ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച ആഗോളസഭ ദൈവകരുണയുടെ ഞായറായിട്ടാണ് ആഘോഷിക്കുന്നത്. എന്തായിരുന്നു ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കരുണ? ആ കരുണ അന്നത്തെ ഗോസ്പലിൽ വളരെ കൃത്യമായി തെളിഞ്ഞു കിട്ടും. ശിഷ്യന്മാരെല്ലാവരും ഭയന്ന് വിറച്ച് കതകടച്ച് അവർ ഒളിച്ചിരുന്നപ്പോൾ അവരുടെ ഇടയിൽ ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു. നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നത് അവൻ ഇടയിൽ നിന്നു എന്നാണ്. അവരുടെ കൂട്ടത്തിന് നടുക്ക് സെൻട്രൽ പാർട്ടിൽ യേശു ഉണ്ടായിരുന്നു. അതാണ് യേശു അവരോട് ചെയ്ത കരുണ. അതായത് ഒറ്റിക്കൊടുക്കുന്നവൻ്റെയും തള്ളിപ്പറയുന്നവൻ്റെയും ഓടി ഒളിക്കുന്നവൻ്റെയും നടുവിൽ ക്രിസ്തു പിന്നാലെ ചെന്ന് അവനോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. എനിക്ക് തോന്നുന്നു കരുണയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് തന്നെയാണ്. ഒത്തിരി പ്രാവശ്യം ജീവിതം കൊണ്ട്, വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, ചിന്ത കൊണ്ട് ക്രിസ്തുവിനെ നമ്മൾ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. ഈ തള്ളിപ്പറച്ചിലൊക്കെ നിൽക്കുമ്പോഴും അപ്പോഴും പിന്നാലെ നടന്ന് ഒരു ദൈവം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് പറയും, നിങ്ങൾക്ക് സമാധാനം. പ്രിയമുള്ളവരെ, ഈ ഒരു ഞായറാഴ്ച നമ്മൾ ഓർക്കേണ്ട ഏറ്റവും വലിയ ധ്യാനം, എത്ര പ്രാവശ്യം തള്ളിപ്പറഞ്ഞിട്ടും, എത്ര പ്രാവശ്യം കുറ്റപ്പെടുത്തിയിട്ടും, എത്ര പ്രാവശ്യം ഓടി ഒളിച്ചിട്ടും പിന്നാലെ വന്ന് നമ്മുടെ ജീവിതത്തെ ഒരിക്കലും കുറ്റപ്പെടുത്താതെ സമാധാനം നൽകുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ളതാണ് അവൻ നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയ കരുണ. ദൈവമുള്ളിടത്ത് സമാധാനമാണ്, ദൈവമുള്ളിടത്ത് സന്തോഷമാണ്. അതുകൊണ്ട് ഭയന്ന് വിറച്ച് കടകടച്ചിരുന്നവരുടെ ഇടയിൽ ക്രിസ്തു വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഭയമാണ്. ആരെ? അന്നത്തെ പടയാളികളെ, അന്നത്തെ രാഷ്ട്രീയ സംവിധാനങ്ങളെ. യേശുവിനെ കൊന്ന പോലെ ഞങ്ങളും കൊല്ലുമെന്നുള്ള ഒരു പേടി. ഇങ്ങനെ എല്ലാ രീതിയിലും പേടിച്ച് ഭയന്ന് വിറച്ച് നിന്ന ഒരു കൂട്ടം മനുഷ്യരുടെ ഇടയിൽ ക്രിസ്തു വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. നിങ്ങൾ മനസ്സിൽ സമാധാനപ്പെടുക, നിങ്ങളുടെ കൂടെ ഞാനുണ്ട്. പ്രിയമുള്ളവരെ, ഇടയിൽ ക്രിസ്തു ഉണ്ടായിരിക്കുമ്പോൾ, കൂടെ ക്രിസ്തു ഉണ്ടായിരിക്കുമ്പോൾ അവിടെ നൽകാവുന്ന ഏറ്റവും മനോഹരമായ സന്ദേശം സമാധാനം മാത്രമാണ്. ക്രിസ്തു സ്വർഗം വിട്ട് ഭൂമിയിൽ പിറന്നു വീണപ്പോഴും അതേ വാക്ക് തന്നെയാണ് കേട്ടത്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. അതേ കണക്ക് ഉദ്ധാനം ചെയ്ത ക്രിസ്തു തൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോഴും അത് തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ദൈവം എന്ന വാക്കിനർത്ഥം ഈ ഭൂമിയിൽ സമാധാനം എന്നാണ്. ഹൃദയത്തിൽ വല്ലാണ്ട് പിടയ്ക്കുന്നുണ്ടെങ്കിൽ, ഹൃദയം വല്ലാണ്ട് വേദനിക്കുന്നുണ്ടെങ്കിൽ, ഹൃദയം വല്ലാണ്ട് തളർന്നു പോകുന്നുണ്ടെങ്കിൽ, ഉള്ളിൽ ദൈവത്തെ സൂക്ഷിക്കുന്നവർക്ക് സമാധാനം ലഭിക്കുമെന്ന് ഈ ദൈവകരുണയുടെ ഞായറാഴ്ച നമുക്ക് സന്ദേശമായി ലഭിക്കും. ഇങ്ങനെ ദൈവം മനുഷ്യരോട് കാട്ടിയ കരുണയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാകുന്നത് ഒരാളുടെ മിസ്സിങ്ങിലാണ്. എല്ലാ ശിഷ്യന്മാരും കതകടച്ച് ഇരിക്കുമെന്ന് പറയുമ്പോഴും ഒരാൾ മാത്രം അവിടെ ഇല്ല. അത് തോമസ് അപ്പോസ്തലനാണ്. തോമസ് അപ്പോസ്തലൻ പുറത്താണ്. അതുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, എല്ലാവരും പേടിച്ച് കതകടച്ച് നിൽക്കുമ്പോൾ ഒരാൾക്ക് മാത്രം പേടിയില്ല. അയാൾ അലഞ്ഞു നടന്നത് യേശുവിനെ തേടിയാണ്. തീർച്ചയായിട്ടും അങ്ങനെ വിശ്വസിക്കാനുള്ള സാഹചര്യം കൊണ്ട് എനിക്കിഷ്ടം. അതിന് കാരണം, തൊട്ടു മുമ്പ് മഗ്ദലന മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടു, എമ്മാവുസിൽ പോയ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഇങ്ങനെ കൂടെ നിന്ന് എല്ലാവർക്കും യേശു പ്രത്യക്ഷപ്പെടുമ്പോൾ തനിക്ക് മാത്രം പ്രത്യക്ഷപ്പെട്ടില്ല. അതുകൊണ്ട് തോമസ് അപ്പോസ്തലൻ അവനെ തേടി ഇറങ്ങി പുറപ്പെട്ടു, ഒരു ഭയവുമില്ലാതെ. അങ്ങനെ തേടി പുറപ്പെട്ടവൻ അവസാനം തിരിച്ചു വന്നപ്പോൾ കേട്ടത്, യേശു ഞങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. അപ്പോൾ അവൻ സഹിച്ചില്ല. അവൻ പറഞ്ഞു, ഇത് പറ്റില്ല, അവനെ കാണുകയും അവൻ്റെ പാർശ്വത്തിൽ വിരലിടുകയും ചെയ്തതല്ലാതെ ഞാൻ വിശ്വസിക്കില്ല. എത്ര മനോഹരമായിട്ടാണ് ഒരാൾ അയാളുടെ വിശ്വാസം പ്രഖ്യാപിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ കോണ്ടെക്സ്റ്റിൽ ചിന്തിക്കുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, തോമസ് പേടിച്ചൊരു മനുഷ്യനൊന്നുമല്ല, തോമസ് അവിശ്വാസിയായ മനുഷ്യനുമല്ല. അങ്ങനെയാണെങ്കിൽ തോമസ് ഇങ്ങനെയുള്ള മനുഷ്യനായിരുന്നു. അത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയും, തോമസ് അവനെ കാണണമെന്ന് ആഗ്രഹിച്ച ഒരു മനുഷ്യനായിരുന്നു. അവനറിയാം ഇത്രയും നാളും ജീവിച്ചത് അവൻ്റെ കൂടെയാണ്. ഈ ഒരു നിമിഷം എല്ലാവരും കതകടച്ചിരിക്കുമ്പോഴും അവനെ തേടിയാണ് ഈ പുറത്തൊക്കെ ഞാൻ അലഞ്ഞത്. ആ പുറത്തുള്ള യാത്രക്കിടയിൽ അവനും എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമെന്ന് അവൻ വെറുതെ ഒന്ന് നനച്ചു. പക്ഷെ വന്നില്ല. ആ വരാത്ത സങ്കടത്തിന് മുന്നിൽ പിന്നീട് തിരിച്ചു വരുമ്പോൾ അവിടെ കൂടെയുള്ളവരൊക്കെ പറഞ്ഞു, ഞങ്ങളെ കണ്ടിട്ട് പോയി. അത് ശരിയാകില്ല. ആ വാശിയാണ് പിന്നീട് ക്രിസ്തു അവൻ്റെ മുമ്പിൽ വീണ്ടും പ്രത്യക്ഷപ്പെടാൻ കാരണമായത്. എന്നിട്ട് പറഞ്ഞു, നീ എൻ്റെ പാർശ്വത്തിൽ വിരലിട, നീ എൻ്റെ ശരീരത്തിൽ തൊട്ട് നോക്ക്. പ്രിയമുള്ളവരെ, ഒരു വാശിക്ക് പുറത്ത് എനിക്കെൻ്റെ കർത്താവിനെ കാണണമെന്നുള്ള ഒരുവൻ്റെ പ്രയത്നത്തിൻ്റെയും വാക്കിൻ്റെയും ഇടയിൽ ആ ദൈവത്തിന് പ്രത്യക്ഷപ്പെടാതിരിക്കാൻ കഴിയില്ലല്ലോ. എനിക്ക് തോന്നുന്നു നമ്മൾ ഓരോരുത്തരും ദൈവം നമ്മളോട് കരുണ കാണിക്കുമ്പോൾ തിരിച്ച് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്, അവനോടുള്ള വിശ്വാസത്തിൽ നമ്മൾ വാശി കാണിക്കണം. എനിക്കെൻ്റെ ദൈവത്തെ കാണണം, എനിക്കെൻ്റെ ദൈവത്തെ അനുഭവിക്കണം. ഇങ്ങനെ
വലിയൊരു വാശിക്ക് പുറത്ത് ഒരാൾ നിൽക്കുമ്പോൾ ആ ദൈവത്തിന് അവൻ്റെ നിർബന്ധ ബുദ്ധി കൊണ്ട് പ്രത്യക്ഷപ്പെടാതിരിക്കാൻ കഴിയില്ല, ഇടപെടാതിരിക്കാൻ കഴിയില്ല. ജീവിതത്തിന് തളർച്ചകളുണ്ടാകുമ്പോൾ, വീഴ്ചകളുണ്ടാകുമ്പോൾ, ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയാതെ ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ ഉള്ളിൽ വിശ്വാസത്തിൻ്റെ പേരിൽ ചില വാശികൾ വേണം. ആ വാശിക്കിടയിൽ ദൈവത്തിന് ഇടപെടാതിരിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ പ്രത്യക്ഷപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടെ വായിക്കുന്ന ഒരിടമുണ്ട്. അതായത് ക്രിസ്തുവിൻ്റെ വാക്കുകൾ, എൻ്റെ പാർശ്വത്തിൽ നിൻ്റെ വിരലിട്. അവൻ ഇട്ടതായിട്ട് നമ്മൾ സുവിശേഷ ഭാഗത്ത് വായിക്കുന്നില്ല. അവൻ തിരിച്ച് ആ മുറിവുകൾ തൊട്ടതായിട്ടോ അവൻ്റെ ശരീരത്തിൽ തൊട്ടതായിട്ടോ ഒന്നും തന്നെ നാം വായിക്കുന്നില്ല. ഉടനെ അടുത്ത വചനം പറയുന്നത് തോമസ് അപ്പോസ്തലൻ പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഇതാണ് വിശ്വാസം. കാണണമെന്നൊക്കെ പറഞ്ഞത് വെറുതെയാണ്. അത് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ്, മറിച്ച് അവിശ്വാസം കൊണ്ടല്ല. ആരൊക്കെയോ തെറ്റായി വ്യാഖ്യാനിച്ചതാണെന്ന് തോന്നുന്നു അയാളെ അവിശ്വാസിയായിട്ട്. അവിശ്വാസി എന്നതിനേക്കാളും ഉപരി വിശ്വാസത്തിന് വേണ്ടിയുള്ള ദാഹത്തിൻ്റെ ഒരാളുടെ വാശിയാണ്. ആ വാശിക്കിടയിൽ ഈ ഭൂമി എന്നും കേട്ടിരിക്കാൻ തക്ക വിധത്തിൽ അയാൾ ഉറക്കെ വിളിച്ചു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ദൈവത്തിൻ്റെ കരുണയുടെ മുമ്പിൽ ഓരോ മനുഷ്യരും വിളിക്കേണ്ട വാക്കിതാണ്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. അങ്ങനെ വിശ്വാസത്തിൻ്റെ പേരിലൊരു വാശിയുള്ള മനുഷ്യരുടെ ഇടയിൽ ദൈവം പ്രത്യക്ഷപ്പെടും. അവിടെ നമുക്കെല്ലാവർക്കും വലിയൊരു പ്രഖ്യാപനത്തിൻ്റെ സാധ്യതയുണ്ട്. ഒരു അവസരവും വെറുതെയാകില്ല, ഒരു ദൈവത്തിൻ്റെ ഇടപെടലും വെറുതെയാകില്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഉന്നത കരുണ, ദൈവകരുണ, മഹാകരുണ, ദൈവകരുണ. ഉന്നത കരുണ, ദൈവകരുണ, മഹാകരുണ, ദൈവകരുണ. പ്രപഞ്ചമാകെ നിറയും കരുണ, ആഴിപോലഗാധ കരുണ, സാഗരം പോലെ ഒഴുകും കരുണ, സാഗരം പോലെ ഒഴുകും കരുണ. ഉന്നത കരുണ, ദൈവകരുണ, മഹാകരുണ, ദൈവകരുണ. ഉന്നത കരുണ, ദൈവകരുണ, മഹാകരുണ, ദൈവകരുണ. മഞ്ഞുപോലെ പൊഴിയും കരുണ, ആകാശം പോൽ വിശാലം കരുണ, മാനവഹൃദയം കവിയും കരുണ, മാനവഹൃദയം കവിയും കരുണ. ഉന്നത കരുണ, ദൈവകരുണ, മഹാകരുണ, ദൈവകരുണ. ഉന്നത കരുണ, ദൈവകരുണ, മഹാകരുണ, ദൈവകരുണ. ഉന്നതതാതന്റെ കരുണ, യേശുനാഥന്റെ കരുണ, പാവനാത്മാവിൻ കരുണ, പാവനാത്മാവിൻ കരുണ.